ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുക്ക് പുഡിങ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കവർ പാലാണ് എടുത്തിട്ടുള്ളത്. ആ 4 കവർ പാലും കൂടെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ട് അതിനൊന്ന് ചെറിയ തീയിൽ ചൂടാക്കാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് 1 കിലോ നല്ല പഴുത്ത ചുക്കാന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ആ ചുക്കിൻ്റെ ഇത് മാത്രം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ എടുത്ത് വെച്ച പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അതിനെ അരച്ചെടുത്ത് നല്ല നൈസായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഈ 4 കവർ പാലിന് ഞാൻ 4 കവർ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്, 10 ഗ്രാമിൻ്റെ. അപ്പോൾ 1 കവർ പാലിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ 1 കവർ ചൈന ഗ്രാസ് എടുത്താൽ മതി, 10 ഗ്രാമിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 കവർ പാലും 4 കവർ ചൈന ഗ്രാസൊക്കെ കുറച്ച് അധികത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ ചൈന ഗ്രാസിനെ ചെറുതായിട്ടൊരു പാത്രത്തിൽ ഒരു ബൗളിലേക്ക് മുറിച്ചിട്ടിട്ട് അതിലേക്ക് അത് കുറച്ച് നേരം പൊതിർത്തി വെക്കണം. ആ പൊതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിന് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് പൊതിർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് പാലിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ആദ്യം ഒരു ചെറിയൊരു കപ്പ് ബൗള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ മധുരം മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യുക, മിൽക്ക് മെയ്ഡിൻ്റെത് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടും ചെയ്യുക. അപ്പോൾ ഞാനിത് ഫംഗ്ഷൻ ആയതുകൊണ്ട് 1 കപ്പ് അല്ല 1 ബൗൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടിന് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഇതിന് എത്ര മധുരം ഇട്ടാലും തികയാത്ത പോലെ തോന്നും. അപ്പോൾ നോക്കി ഇട്ട് കൊടുക്കുക. അതും പോരാഞ്ഞിട്ട് ഞാൻ പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് അത് ഫുള്ള് മധുരമായിട്ട് ആക്കിയത്. നല്ല പുഡിങ്ങാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ആ അരച്ച് വെച്ച ആ ചുക്ക് മിക്സിനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാൽ ഒരിക്കലും തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്ന് നമുക്ക് ചെറിയ ആവി പോകുമല്ലോ. അപ്പോൾ അതിലേക്ക് ഈ മിക്സിനെയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സാക്കുമ്പോൾ എൻ്റെ ഈ പാത്രത്തിന് അത് നല്ലോണം നിറഞ്ഞുപോയി. അപ്പോൾ എനിക്ക് ഈ പാത്രം ഒന്ന് മാറ്റണം. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത ഒരു സാധാരണ ഒരു പാത്രം കൂടെ എടുത്തിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പാത്രം തന്നെ എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ 1-2 പണിയാവും ഇടയിൽ, അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ അങ്ങനെ പറ്റുകൊണ്ട് അങ്ങനെ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്ത് ഈടിയും എനിക്ക് ഈ പാത്രം തികയാണ്ട് വരും. എന്നിട്ട് ഞാനിതാ ചൈന ഗ്രാസിനെ നമുക്കൊരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് അതിനൊന്ന് അലിയിച്ചെടുക്കണമല്ലോ, മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ അത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് മെൽറ്റാക്കി എടുക്കും. ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ ചെയ്താൽ മതി, അല്ലാണ്ട് വലിയ തീയൊക്കെ വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് അത് നല്ലോണം മെൽറ്റായിട്ട് വന്നു. ഒരാളത് അരിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കും. ഞാൻ അരിച്ചിട്ടെന്ന് വെച്ചിട്ട് അത് അരിക്കാണ്ട് തന്നെ ഒരു ഗ്ലേസിങ് പോലെയൊക്കെ അതൊരു രസമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ അടുത്ത 2ാമത്തെ പാത്രം എടുത്തതും അതും നിറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഏറ്റവും വലിയൊരു പാത്രത്തിന് തന്നെ എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ അതിലേക്ക് യോജിപ്പിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് പിന്നെ കാഷ്യൂനട്ട് അതെല്ലാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാനിത് ഈ പാത്രത്തിലേക്കാണ് പുഡിങ് സെറ്റാക്കുന്നത്. അങ്ങനെ ആ 4 കവർ പാലിൽ ഈ 2 പാത്രത്തിലേക്കാണ് പുഡിങ് ആക്കിയത്. നല്ല വലിയ പാത്രമൊന്നും കേട്ടോ, അതുകൊണ്ടാണ് അതിലേക്ക് ആക്കിയത്. അപ്പോൾ ഈ പിന്നെ പുഡിങ് ഒന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്, അതേപോലെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ അണ്ടിപ്പരിപ്പിനൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ പൊടിച്ച് സെറ്റാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തത്. എന്നിട്ട് അതൊന്ന് മുറിച്ച് നല്ല പീസാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ട്, അപ്പോൾ അന്ന് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ തിരക്കിൽ അത് വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ഇത് ഫ്രിഡ്ജിൽ അങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു 6-8 മണിക്കൂർ എടുത്ത് കഴിഞ്ഞാലും മതി, നമുക്ക് നല്ല പീസായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.